എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ SC/ST കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡിസംബർ 4-ാം തീയതി, അതായത് നാളെ LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് പോകാൻ താല്പര്യം ഉള്ളവർ, സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഡിസംബർ 4-ാം തീയതി LBSന്റെ എല്ലാ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അന്ന് രാവിലെ 10:30 മുൻപായിട്ട് തന്നെ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലെത്തി സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സോ സ്പോട്ടിന് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിന് വരാൻ താല്പര്യപ്പെടുന്നവർ ഡോക്യുമെൻറ്റ്സും കൂടെ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസും കൂടെ കൊണ്ടുവരണം. പിന്നെ വേറൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി NOC മീൻസ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കോളേജിൽ നിന്നുമാണ് എന്ത് ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. പിന്നെ സീറ്റ് വേക്കൻസി എവിടെയൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും പബ്ലിഷ് ആവുന്നതായിരിക്കും. ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് സീറ്റിൻ്റെ വേക്കൻസി എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡോക്യുമെൻറ്റ്സ് മറക്കാതെ കൊണ്ടുപോകുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് വയ്ക്കുക. പിന്നെ നേരത്തെ അലോട്ട്മെൻറ്റ്സിലൊന്നും അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാണെങ്കിൽ സ്പോട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും. സോ ടോക്കൺ ഫീസും കൂടെ കരുതുക. നിങ്ങൾക്ക് ആവശ്യം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അഥവാ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഓൺലൈനായിട്ട് തന്നെ അവിടെ പേ ചെയ്യണം. പിന്നെ സീറ്റ് വേക്കൻസിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, പിന്നെ റാങ്ക്, ഇൻഡെക്സ്, കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. നേരത്തെ ഉള്ള നോർമൽ അലോട്ട്മെൻറ്റ്സ് പോലെയാണ് ഇതും. പിന്നെ സ്പോട്ടും സ്പെഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ടാണ് കോളേജിൻ്റെ ഓപ്ഷൻസ്, വേക്കൻസി അനുസരിച്ച് ഓപ്ഷൻസ് നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യും, വെച്ച് കൊടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പ്രോസസ്സ് അങ്ങനെ മുന്നോട്ട് പോകും. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ് നേരിട്ട് തന്നെ എന്ത് ചെയ്യണം, ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തിയാൽ മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ 2 റാങ്ക് ആയിരിക്കും ഒരു കാൻഡിഡേറ്റിന് ലഭിക്കുക. ഒന്ന് ഡിസ്ട്രിക്ട് വൈസിലുള്ള റാങ്ക്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട്സിലാണോ ഉള്ളത് ആ ഡിസ്ട്രിക്റ്റിൻ്റെ റാങ്ക് ഉണ്ടാവും. പിന്നെ കേരളത്തിലെ 14 ജില്ലകളും കൂടെ ചേർത്ത് നിങ്ങൾക്കൊരു റാങ്ക് ഉണ്ടായിരിക്കും. മീൻസ് ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ഉണ്ടായിരിക്കും, പിന്നെ കേരള വൈസ് റാങ്ക് ഉണ്ടായിരിക്കും. പിന്നെ ഈ സ്പോട്ടിൽ പോകുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലും പിന്നെ റാങ്ക്, ഇൻഡെക്സ്, പിന്നെ എന്തെങ്കിലും കാറ്റഗറി റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. ഇത് SC/ST സീറ്റൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ജനറൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സോ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത് എല്ലാവരും എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിരിക്കണം. സോ നാളെയാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. LBSന്റെ എല്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചും നാളെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, എത്തി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ അലോട്ട്മെൻറ്റിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിലല്ല, മൊത്തത്തിലുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളുടെ റാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മീൻസ് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും നിൽക്കുന്നത്. സോ ആ റാങ്ക് കിട്ടിയ ആ ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രിഫറൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത റാങ്കുകാരനെ എന്ത് ചെയ്യത്തുള്ളൂ, വിളിക്കത്തുള്ളൂ. സോ അങ്ങനെയാണ് ഓരോ റാങ്ക് ബൈ റാങ്ക് ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ വിളിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സോ സ്പോട്ടിന് പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട് വേക്കൻസിയൊക്കെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോകുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയൊരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.